1.4 Inverse algebraic properties of matrices. നോക്കൂ, എയും ബിയും സിയും മൂന്ന് മെട്രിസസുകൾ. എയും ബിയും സിയും റിയൽ നമ്പേഴ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത്രയും പ്രോപ്പർട്ടീസുകളെ സാറ്റിസ്ഫൈ ചെയ്യുമെന്നാണ് ഇവർ പറയുന്നത്. ഏതൊക്കെ പ്രോപ്പർട്ടികളാ ഇത്? കമ്മ്യൂട്ടേറ്റീവ്, അഡിഷൻ അസോസിയേറ്റീവ്, മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ്, ഡിസ്ട്രിബ്യൂട്ടീവ് ലോസ്, അത്രയും ലോസ്. ഇത് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും പ്രോപ്പർട്ടികൾ ആ മെട്രിസസുകളെ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി നമുക്ക് നോക്കാം. നോക്കൂ, എ എന്നുള്ള ഒരു മെട്രിക്സ് A is equal to 1 2 3 4 1 2 5 0 4. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഇത് മായ്ച്ചു കളയാം. ഇങ്ങനെ ഒരു മെട്രിക്സ്. ബി എന്നുള്ള മെട്രിക്സ് 1 2 0 5, എയും ബിയും. എന്തായിരിക്കും എ ബി? എ ബി is equal to ഒന്നെടുത്ത് എഴുതി വെക്കാം. that is 1 4 5 2 1 0 into b. b എന്ന് പറഞ്ഞാൽ 1 0 2 5. that is equal to ഇതിന്റെ ആൻസർ ഇവിടെ 3 റോകളും 2 കോളംസ് ആണുള്ളത്. ഇവിടെ 2 റോകളും 2 കോളംസ് ആണുള്ളത്. ഈ രണ്ടും ഈക്വൽ ആണ്. ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഫൈനൽ ആൻസർ 3/2 ആയിരിക്കും. 3 റോകളും 2 കോളംസും ഉണ്ടാവും. 3 റോകളും 2 കോളംസും. അപ്പൊ ഇങ്ങനെ ഒരു മെട്രിക്സ് ആയിരിക്കും ഉണ്ടാവുക. കണ്ടോ, 3 റോകളും 2 കോളംസും. അതിലെ ഈ എലമെന്റ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഈ എലമെന്റ് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ റോയിലെ രണ്ടാമത്തെ കോളം. 4 into 2 8, 1 into 5 5, 8 plus 5, 4 into 2 8, 1 into 5 5. അതുപോലെ 1 into 1 1 plus 0, 1 into 2 2 plus 10. okay, next 4 into 1 4 plus 0. next 4 into 2 8 plus 5, 5 into 1 5, 0 into 0 0, 5 into 2 10 plus 0 into 5 0, 5 into 2 10, 0 into 5 0. that is equal to, the answer is 1 12 4 13 5 10. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ബി ഇൻറ്റു എ? അപ്പൊ എ ഇൻറ്റു ബി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ബി ഇൻറ്റു എ ഡിഫൈൻ ചെയ്യാൻ പോകണം. ബി is equal to, ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 2 0 5 ആൻഡ് എ is equal to 1 2 4 1 5 0. എന്താണ് ബിന്റെ ഓർഡർ? ബിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ബിന്റെ ഓർഡർ 2/2 ആണ്. എന്റെ ഓർഡർ 3/2 ആണ്. ഇത് രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആവണമെങ്കിൽ ഈ രണ്ടും ഈക്വൽ ആവണം. ഈ രണ്ടും ഈക്വൽ അല്ലല്ലോ. ഈക്വൽ അല്ലാത്ത കാരണം ദിസ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നോട്ട് പോസിബിൾ. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നോട്ട് പോസിബിൾ. അവിടെ മനസ്സിലാക്കേണ്ടത് എ ബിയും ബി എയും ഈക്വൽ ആവണം എന്നില്ല. ഈക്വൽ ആവണം എന്നില്ല എന്ന് മാത്രമല്ല, എ ബി ഡിഫൈൻ ആയതുകൊണ്ട് ബി എ ഡിഫൈൻ ആവണം എന്നും കൂടിയില്ല. എന്നിട്ടല്ലേ ഈക്വൽ ആവണ കണ്ടീഷൻ. എ ബിയും ബി എയും എയും ബിയും രണ്ട് മെട്രിക്സ് എടുത്താൽ ഒരാൾ ചോദിക്കുകയാണ് എ ബിയും ബി എയും ഈക്വൽ ആണോ, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എ ബി ഈക്വൽ ടു ബി ആണോ ചോദിച്ചാൽ നിങ്ങൾ ആദ്യം പറയണം അങ്ങനെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ് എന്ന് പറയുന്നതിന് മുമ്പ് അതിന് എ ബിയും ബി എയും ഡിഫൈൻഡ് ആണോ അല്ലേ നോക്കണ്ടേ. ഇവിടെ എ ബി ഡിഫൈൻഡ് ആണ്, പക്ഷെ ബി എന്തല്ല, ഡിഫൈൻഡ് അല്ല. ഓക്കെ, ഇവിടെ എ ബി ഡിഫൈൻഡ് ആണ്, പക്ഷേ എ ബി ഡിഫൈൻഡ് ആണ്, പക്ഷെ ബി എ ഡിഫൈൻഡ് അല്ല. ഓക്കെ, അങ്ങനെ എ ബിയും ബി എയും ഡിഫൈൻഡ് ആയാലോ? എ ബിയും ബി എയും ഡിഫൈൻഡ് ആയാല് ഇനി അടുത്ത കേസ് പിന്നെ അത് ഈക്വൽ ആണോ നോക്കേണ്ടത്. ഇവിടെ എ ബി ഡിഫൈൻഡ് ആണ്, പക്ഷെ ബി എ ഡിഫൈൻഡ് അല്ല. ഇനി അടുത്തൊരു കേസ് നോക്കാം. നോക്ക്, ഇവിടെ എ ബി ഡിഫൈൻഡ് ആണ്, ബി എ ഡിഫൈൻഡ് അല്ല. ആയതുകൊണ്ട് തന്നെ എ ബി ബി എയും ഈക്വൽ അല്ല. ഇനി അടുത്തൊരു കേസ് നോക്കാൻ പോകട്ടെ നമ്മള്. capital A is equal to 1 2 3 4 and capital is equal to 0 1 2 5.
Then what is AB? AB is equal to 1 into 0, 0, 2 into 2, 4, 1 into 1, 1, 2 into 5, 10, 3 into 0, 0, 4 into 2, 8, 3 into 1, 3, 4 into 5, 20. That is equal to 4, 11, 8, 23. And BA is equal to B may multiply ആരാണ് B? 0, 1, 2, 5. ആരാണ് A? 1, 2, 3, 4. Multiply ചെയ്യുമ്പോൾ 0 into 0, 0, 0 into 1, 0, 1 into 3, 3, 0 into 2, 0, 1 into 4, 4, 2 into 1, 2, 3 into 2 into 1, 2, 5 into 3, 15, 2 into 2, 4, 5 into 4, 20. That is equal to 3, 4, 17, 24. ഇവിടെ നോക്കൂ, ഇവിടെ എ ബിയും ബി എയും ഡിഫൈൻഡ് ആണ്. എ ബിയും ബി എയും ഡിഫൈൻഡ് ആണ്, പക്ഷെ എന്തല്ല, എ ബി നോട്ട് ഈക്വൽ ടു ബി എ. അപ്പൊ എല്ലാ കേസിലും ഏതെങ്കിലും ചില സന്ദർഭത്തിൽ എ ബിയും ബി എയും ഈക്വൽ ആവാൻ ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, ചാൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ എല്ലാ സമയത്തും എന്തായിക്കൊള്ളണം എന്നില്ല, എ ബിയും ബി എയും ഈക്വൽ ആയിക്കൊള്ളണം എന്നില്ല. അടുത്തത് പഠിക്കാൻ പോകുന്നത് സീറോ മെട്രിക്സിനെ പറ്റിയാണ്. വാട്ട് ഈസ് എ സീറോ മെട്രിക്സ്? ഒരു മെട്രിക്സ് ക്യാപിറ്റൽ എനെ is said to be a zero matrix if all its entries are zero. അതിലെ എല്ലാ എൻട്രിയും സീറോ ആണെങ്കിൽ അത്തരം മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് സീറോ മെട്രിക്സ്. ഓർഡർ എന്താ ആയിക്കോട്ടെ, അതിൽ എലമെന്റ്സ് ഒക്കെ എന്തായാൽ മതി, സീറോ ആയാൽ മതി. അത്തരം മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് സീറോ മെട്രിക്സ്. അങ്ങനെ ഒരു സീറോ മെട്രിക്സിനെ സാധാരണ ഡിനോട്ട് ചെയ്യുക എ കൊണ്ടല്ല, സീറോ അല്ലെങ്കിൽ ഒ എന്ന് വിളിക്കാം കേട്ടോ. ഒ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് നമ്മൾ സാധാരണ സീറോ മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുക. ഏത് ലെറ്റർ? ഒ. അഥവാ സീറോ എന്ന് വിചാരിച്ചോ, സീറോ മെട്രിക്സ് സീറോ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് അല്ലെങ്കിൽ ഒ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് നമ്മൾ സാധാരണ സീറോ മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് സീറോ എന്തായിരിക്കും വരിക? അത് എ തന്നെ ആയിരിക്കൂലേ. എ എന്നുള്ള മെട്രിക്സ് ഇപ്പോ ഇങ്ങനെ വെച്ചോ, 2, 3, 4, 1, 2, 6. നമുക്ക് 2/2 എടുക്കാം, എന്നാ ഒന്നുകൂടി സിമ്പിൾ ആവുമല്ലോ. സപ്പോസ് ക്യാപിറ്റൽ എ ഈക്വൽ ടു 2, 3, 4, 5 എടുത്തു. ആൻഡ് ഒ എന്നുള്ള മെട്രിക്സ് അത് സീറോ മെട്രിക്സ് 0, 0, 0, 0 ആണെങ്കിൽ ഉറപ്പായിട്ടും എ പ്ലസ് സീറോ ഈക്വൽ ടു ആയിരിക്കൂലേ. അതേപോലെ 0 പ്ലസ് എ ഈക്വൽ ടു ആയിരിക്കൂലേ. എ മൈനസ് സീറോ ഈക്വൽ ടു ആയിരിക്കൂലേ. പിന്നെ എ മൈനസ് എ എന്തായിരിക്കും വരിക? എ മൈനസ് എ. എ മൈനസ് എ എന്ന് പറഞ്ഞാൽ നോക്കൂ, എ മൈനസ് എ is equal to 2, 3, 4, 5 മൈനസ് എ. എ എന്ന് പറഞ്ഞാൽ 2, 3, 4, 5 ഈക്വൽ ടു 0, 0, 0, 0 അല്ലേ. എ മൈനസ് എ ഈക്വൽ ടു സീറോ മെട്രിക്സ് ആയില്ലേ. ഓക്കെ, ഇനി സി ഇൻറ്റു എ ഈക്വൽ ടു സീറോ ആണെന്ന് വിചാരിക്കുക. സി എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പൊ ഇത്രയും പ്രോപ്പർട്ടി ഇവിടെ നിൽക്കട്ടെ. ലാസ്റ്റ് പ്രോപ്പർട്ടി സി എ ഈക്വൽ ടു സീറോ ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും either സി ഈക്വൽ ടു സീറോ ഓർ ക്യാപിറ്റൽ എ ഈക്വൽ ടു സീറോ. സി ഇസ് എ വേർ സി ഇസ് എ റിയൽ നമ്പർ. ശരിയല്ലേ? ഇപ്പോ എ എന്നുള്ള മെട്രിക്സ് 2, 3, 4, 6 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ട് അത് 0, 0, 0 ഫോർമാറ്റ് ആവണമെങ്കിൽ ആ നമ്പർ നിർബന്ധമായിട്ടും സീറോ ആവണ്ടേ. അപ്പോഴല്ലേ 0 into 2 0, 0 into 3 0. അതാണ് ഇവര് പറയുന്നത്, സി എ സീറോ ആവണമെങ്കിൽ നിർബന്ധമായിട്ടും സി സീറോ ആവണം. അല്ലെങ്കിൽ ആ എ ഉണ്ടല്ലോ, എ അതന്നെ സീറോ ആവണം. അപ്പൊ എ ഓട്ടോമാറ്റിക്കലി ഇപ്പൊ നോക്ക്, സി ഇൻറ്റു എയില് എ സീറോ ആണെന്ന് വിചാരിക്കുക. അപ്പൊ സീനെ എല്ലാ എലിമെന്റിനും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും അതൊക്കെ എന്താ വരിക? 0, 0, 0, 0 വരും. നേരെ മറിച്ച് സി തന്നെ സീറോ ആണെന്ന് വിചാരിക്കും. അങ്ങനെ ആ സീറോയുടെ എല്ലാം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫുൾ 0, 0, 0 കിട്ടും. അതാണ് അവര് പറയുന്നത്, സി എ ഈക്വൽ സീറോ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? either സി ഈക്വൽ സീറോ ഓർ എ ഈക്വൽ സീറോ വേർ സി ഇസ് എ റിയൽ നമ്പർ. ആ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സി എ ഈക്വൽ സീറോ ആയതുകൊണ്ട് either സി ഈക്വൽ സീറോ ഓർ എ ഈക്വൽ ടു സീറോ. അപ്പൊ ഇവിടെ വേറെ കാര്യം മനസ്സിലാക്കണം കേട്ടോ, നിർബന്ധമായിട്ടും സി നോക്ക്, സി ഈസ് എ റിയൽ നമ്പർ. ആ കൺസെപ്റ്റ് നന്നായി ശ്രദ്ധിക്കണം. ആ കൺസെപ്റ്റ് ശ്രദ്ധിക്കണം. ഇവര് പറയുന്നത്
CA ഈക്വൽ ടു C ഒരു റിയൽ നമ്പർ CA 0 ആണെങ്കിൽ ഉറപ്പായിട്ടും ഒന്നില്ലെങ്കിൽ C 0 ആയിരിക്കും, അല്ലെങ്കിൽ A 0 ആയിരിക്കും. നമ്മൾ സാധാരണ AB ഈക്വൽ 0 ആണെങ്കിൽ ഇതില്ലേ A ഈക്വൽ 0 or B ഈക്വൽ 0 എന്ന് എഴുതില്ലേ, അതേപോലെ തന്നെ CA ഈക്വൽ 0 ആയതുകൊണ്ട് either C ഈക്വൽ 0 or A ഈക്വൽ 0. ഇതെന്തിനാ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചോദിച്ചാൽ ഇവിടെ നോക്കൂ, 1 0 0 0 ഈ മെട്രിക്സ് 0 മെട്രിക്സ് ആണോ? അല്ല. അഥവാ A എന്നുള്ള മെട്രിക്സ്, B എന്നുള്ള മെട്രിക്സ് 0 0 0 1 ഈ മെട്രിക്സ്. എന്താണ് AB ഉണ്ടാവുക? 1 into 0 0 into 0 0 1 into 0 0 into 1 0 0 into 0 0 into 0 0 0 into 0 0 into 1 0. നോക്ക്, A into B ഈക്വൽ ടു 0 ആണ്. പക്ഷെ അവിടെ നിങ്ങൾക്ക് എന്ത് പറയാൻ കഴിയില്ല? A ഈക്വൽ 0 ആണോ അല്ലെങ്കിൽ B ഈക്വൽ 0 ആണോ? അല്ല. ഇവിടെ നോക്ക്, AB 0 ആയതുകൊണ്ട് Aയും Bയും 0 ആയിക്കോളണം എന്നില്ല. ഇവിടുത്തെ എക്സാമ്പിൾ AB 0 ആയതുകൊണ്ട് Aയും Bയും 0 ആയിക്കോളണം എന്നില്ല. പക്ഷെ ശരിയാണ്, Aയോ either A equal to 0 or B equal to 0 ആണെങ്കിൽ ഉറപ്പായിട്ടും AB equal to 0 ആണ്. അത് ശരിയാണ്. A 0 അല്ലെങ്കിൽ B 0 ആണെങ്കിൽ ഉറപ്പായിട്ടും AB equal to 0 ആണ്. നേരെ തിരിച്ച് AB 0 ആയതുകൊണ്ട് A 0 ആവും അല്ലെങ്കിൽ B 0 ആവും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. നമുക്ക് ഇവിടെ AB 0 ആണ്, പക്ഷെ A 0 ആണോ B 0 ആണോ? അല്ല. ഓക്കെ, അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ കൺസെപ്റ്റ് ശ്രദ്ധിക്കണം. പക്ഷെ CA 0 ആണെങ്കിൽ either C equal to 0 or A equal to 0. AB 0 ആണെങ്കിൽ A equal to 0 or B equal to 0 പറയാൻ കഴിയില്ല നമുക്ക്. പക്ഷെ C into ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ആണെങ്കിൽ C into A equal to 0 implies C equal to 0 or A equal to 0. ഇത്തരം കൺസെപ്റ്റുകളൊക്കെ നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ. ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്. നെക്സ്റ്റ് വൺ, ഇൻവേഴ്സ്. ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ കാണിക്കാം. Suppose capital A equal to 1, capital A is equal to 2, 1, 5, 3 ആണെന്ന് വിചാരിക്കും. നമ്മൾ A എന്നുള്ള മെട്രിക്സിനെ ക്യാപിറ്റൽ A ഹാസ് ഇൻവേഴ്സ് എന്ന് വിളിക്കണമെങ്കിൽ, Aക്ക് ഇൻവേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ A is an invertible matrix, A is an invertible matrix ഇങ്ങനെ വിളിക്കണമെങ്കിൽ, ഒന്നില്ലെങ്കിൽ A has inverse എന്ന് വിളിക്കും ചില ആൾക്കാർ, അല്ലെങ്കിൽ A is a invertible matrix എന്നുള്ള ആ വാക്ക് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. നമുക്കൊരു B എന്നുള്ള ഒരു മെട്രിക്സിനെ കണ്ടെത്താൻ പറ്റണം. നമുക്ക് ഒരു B എന്നുള്ള മെട്രിക്സിനെ ഞാൻ കണ്ടെത്തുന്നത് നോക്ക്. ഇവിടെ കഥാപാത്രം A ആണ്. A എന്നുള്ള മെട്രിക്സ് 2 1 5 3. ആ Aക്ക് ഇൻവേഴ്സ് ഉണ്ട് എന്ന് പറയണമെങ്കിൽ, അതല്ലെങ്കിൽ A ഒരു ഇൻവെർട്ടിബിൾ മെട്രിക്സ് ആണെന്ന് പറയണമെങ്കിൽ നമുക്കൊരു B കണ്ടെത്താൻ പറ്റണം. B കണ്ടെത്തുന്നത് നോക്ക്, 3 -1 -5 2 ഒരു മെട്രിക്സ് B കണ്ടെത്താൻ പറ്റണം. സച്ച് ദാറ്റ് എന്താണ് AB ഉണ്ടാവുക? AB is equal to 2 1 5 3 into 3 -1 -5 2. That is equal to 2 into 3 6 -5 2 into -2 plus 2 5 into 3 15 -15 -5 plus 6 equal to 1 0 0 1. That is the identity matrix I2. Okay, അങ്ങനെ A എന്നുള്ള മെട്രിക്സ് A has inverse or A is a invertible matrix എന്ന് വിളിക്കണമെങ്കിൽ നമുക്കൊരു B എന്നുള്ള മെട്രിക്സിനെ കണ്ടെത്താൻ പറ്റണം. കണ്ടെത്തിയ മാത്രം പോരാ, AB എന്താവും വേണം? AB is equal to I ആവും വേണം, ഐഡന്റിറ്റി മെട്രിക്സ് ആവും വേണം. നോക്ക്, A has inverse or A is said to be invertible matrix if there exists to be such that AB is equal to I. ഇത്തരം സാഹചര്യത്തിൽ Bക്ക് വിളിക്കുന്ന പേരാണ് A ന്റെ ഇൻവേഴ്സ്. നമ്മൾ B നെ എന്താ വിളിക്കുക അറിയോ? A ഇൻവേഴ്സ് എന്നാണ് വിളിക്കുക. അഥവാ B ഇപ്പോ എന്താ കിട്ടി? A into B equal to I കിട്ടിയില്ലേ? അതേപോലെ A into B ആരാ? B എന്ന് പറഞ്ഞാൽ A ഇൻവേഴ്സ്. A inverse is equal to I ആയിരിക്കും. അത് അങ്ങനെയാണ് ആ A inverse ഡിഫൈൻ ചെയ്യുന്നത്. എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? A എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ്, ആ മെട്രിക്സ് ഹാസ് ഇൻവേഴ്സ് അല്ലെങ്കിൽ A is said to be invertible matrix എന്ന് പറയണമെങ്കിൽ നമുക്കൊരു B കണ്ടെത്താൻ പറ്റണം. അങ്ങനെ കണ്ടെത്തിയാൽ മാത്രമേ അങ്ങനെ പറയാൻ പാടുള്ളൂ. കണ്ടെത്താൻ പറ്റണം AB is equal to I ആയി വരുന്ന രൂപത്തിലുള്ളത്. അങ്ങനെ വന്നാൽ Bക്ക് വിളിക്കുന്ന പേരാണ് A inverse. അപ്പോ നിങ്ങളുടെ ഒരാള്
എ എന്നുള്ള മെട്രിക്സ് ഈ മെട്രിക്സ് തന്നിട്ട് ആ മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടെത്താൻ പറഞ്ഞു. ഇൻവേഴ്സ് കണ്ടെത്താൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയെങ്കിലും ആലോചിച്ച്, നിങ്ങൾക്ക് അറിയാം അതൊക്കെ, എങ്കിലും നിങ്ങൾ എങ്ങനെയെങ്കിലും ആലോചിച്ച് എന്ത് കണ്ടെത്തണം, ഒരു ബി എന്നുള്ള മെട്രിക്സ് കണ്ടെത്തണം. കണ്ടെത്തിയാൽ മാത്രം പോരാ, എ ബി സി ഈക്വൽ ടു ഐ ആയി വരും വേണം കേട്ടോ. അപ്പൊ എക്ക് ഒരു ഇൻവേഴ്സ് കണ്ടെത്താൻ പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ബി കണ്ടെത്തുകയാണ് വേണ്ടത്. ഓക്കെ, ഇനി പഠിക്കാൻ പോകുന്നത് ക്യാൻസലേഷൻ. ക്യാൻസലേഷൻ നമുക്കറിയാം, എ ബി ഇസ് ഈക്വൽ ടു എ സി ആയതുകൊണ്ട് നമ്മൾ സാധാരണ എയും എയും വെട്ടിക്കളഞ്ഞ് ബി സി എന്ന് എഴുതി വെക്കാറുണ്ട്. നമുക്ക് എ ബി സി ഈക്വൽ ടു എ സി ഇംപ്ലൈസ് എ സി വെട്ടിക്കളഞ്ഞ് ബി ഈക്വൽ സി. അങ്ങനെ കേസ് ഇവിടെ പറ്റൂ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. എ ബി ഈക്വൽ ടു എ സി ആയതുകൊണ്ട് ബി ഈക്വൽ ടു സി ആവുമോ ഇല്ലേ നോക്കാം. സപ്പോസ് എ ഈക്വൽ ടു 0 1 0 2 എടുത്തു, ആൻഡ് ക്യാപിറ്റൽ ബി is equal to 1 1 3 4 എടുത്തു. ഓക്കെ, സി ആയിട്ട് 2 5 3 4 എടുത്തു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എ ബി? എ ബി is equal to 0 into 1 0, 3 into 1 3, 0 into 1 0, 1 into 4 4, 0 into 1 0, 2 into 3 6, 0 into 1 0, 2 into 4 8, that is equal to 3 4 6 8 എന്ന് വന്നു. അതുപോലെ എന്തായിരിക്കും എ സി ഉണ്ടാവുക? എ സി that is equal to എയും സിയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 plus 0 into 2 0, 1 into 3 3, 0 into 0, 0 into 5 0, 1 into 4 4, 0 into 2 0, 2 into 3 6, 0 into 5 0, 2 into 4 8. Again answer 3 4 6 8 വന്നു. നോക്കൂ, എ ബി ഈക്വൽ ടു എ സി ആണ്. വെട്ടിക്കളഞ്ഞ് നോക്കാം. എയും എയും വെട്ടിക്കളഞ്ഞാൽ ബിയും സിയും ഈക്വൽ ആണോ? ഈ ബിയും സിയും ഈക്വൽ ആണോ? അല്ല, ബിയും സിയും ഈക്വൽ അല്ല. ആയതുകൊണ്ട് എ ബി ഈക്വൽ ടു എ സി ആയതുകൊണ്ട് ബി ഈക്വൽ ടു സി ആവണം എന്നില്ല. ആവാനും മതി, പക്ഷെ എല്ലാ സമയത്തും എന്തായിക്കോളം എന്നില്ല, ഈക്വൽ ആയിക്കോളം എന്നില്ല. നോക്കൂ, എ ബി ഈക്വൽ ടു എ സി ആയതുകൊണ്ട് ബി ഈക്വൽ ടു സി ആണോ? എല്ലാ സമയത്തും ആയിക്കോളണം എന്നില്ല. ഒരു എക്സാമ്പിൾ. ഇനി ഞാൻ ചോദിക്കട്ടെ, ബി ഈക്വൽ ടു സി ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എ ബി ഈക്വൽ ടു എ സി ആവുമോ? അത് ഉറപ്പായിട്ടും ആവുമല്ലോ. ബി ഈക്വൽ സി ആണെങ്കിൽ എ ബി ഈക്വൽ ടു എ സി ഉറപ്പായിട്ടും ആവും. പക്ഷേ എ ബി ഈക്വൽ ടു എ സി ആയതുകൊണ്ട് ബി ഈക്വൽ ടു സി ആവണം എന്നില്ല. ഇനി വീണ്ടും നോക്കൂ, ഇവിടെ എ ബി ഈക്വൽ ടു എ സി ആയില്ലേ? നോക്കൂ, ഇവിടെ എ ബി ഈക്വൽ ടു എ സി ആയില്ലേ? എ ബി ഈക്വൽ ടു എ സി ആയില്ലേ? എന്തുകൊണ്ടാണ് നമുക്ക് എ വെട്ടിക്കളഞ്ഞിട്ട് ബി ഈക്വൽ ടു സി എന്ന് എഴുതാൻ പറ്റാതിരുന്നത്? ബി ഈക്വൽ ടു സി എല്ലാം ഉറപ്പാണല്ലോ. അങ്ങനെ പറ്റാതിരിക്കാൻ കാരണം ഈ എ എന്നുള്ള മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് നോക്കൂ. ഡിറ്റർമിനന്റ് കാണാൻ ഇപ്പൊ നമ്മൾ പഠിപ്പിച്ചിട്ടില്ല, എന്നാൽ ഡിറ്റർമിനന്റ് നോക്കൂ. എന്റെ ഡിറ്റർമിനന്റ് 0 into 2 0, minus 1 into 0 0, 0 minus 0 equal to 0 ആണ്. അങ്ങനെ 0 വന്നാൽ, അഥവാ എ എന്നുള്ള മെട്രിക്സ് അതിന്റെ ഡിറ്റർമിനന്റ് 0 വന്നാൽ ഒരു കാരണവശാലും ക്യാൻസലേഷൻ ലോ, ഒരു കാരണവശാലും അങ്ങനെ പറയുന്നില്ല, അങ്ങനെ വന്നാൽ ക്യാൻസലേഷൻ ലോ അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്തോളണമെന്നില്ല. നേരെ മറിച്ച് ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് വിചാരിക്കും. ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ക്യാൻസലേഷൻ ഹോൾഡ് ചെയ്യും. എ ബി ഈക്വൽ ടു എ സി ആണെങ്കിൽ ബി ഈക്വൽ ടു സി തന്നെ ആയിക്കോളും. എപ്പോ ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു 0 വരികയാണെങ്കിൽ. പക്ഷെ ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു 0 വരുകൊണ്ടാണ് അങ്ങനെ ക്യാൻസലേഷൻ ലോ ഹോൾഡ് ആവാതിരിക്കാനുള്ള ഒരു കാരണം ഉണ്ടായത്. ഓക്കെ, തിയറം. AB equal to AC and A is a non-singular matrix. A is a non-singular matrix അങ്ങനെ വിളിക്കാം. അല്ലെങ്കിൽ A has inverse, അല്ലെങ്കിൽ A is a invertible matrix. ഈ മൂന്നും ഒരേ നെയിം ആണ് കേട്ടോ.
A is a non-singular matrix എന്ന് പറഞ്ഞാൽ determinant A 0 അല്ല. A has inverse എന്ന് പറഞ്ഞാൽ A ക്ക് inverse ഉണ്ട്. A is a invertible matrix എന്ന് പറഞ്ഞാൽ A ഒരു invertible matrix ആണ്, അഥവാ A ക്ക് inverse ഉണ്ട്. ഇതൊക്കെ മൂന്നും ഒരേ അർത്ഥം വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ എഴുതിക്കോളൂ, AB equal to AC where A is a invertible matrix. Where A is a invertible matrix. Then AB equal to AC ആണെങ്കിൽ cancellation law hold. B equal to C. ബ്രാക്കറ്റിൽ എഴുതുക, cancellation law will hold. എങ്ങനെ AB equal to AC ആയതുകൊണ്ട് എങ്ങനെ നമുക്ക് B equal to C എന്ന് എഴുതാൻ പറ്റും? നോക്കാം. AB equal to AC ആയതുകൊണ്ട് നമുക്ക് A ക്ക് ഇൻവേഴ്സ് ഉണ്ടല്ലോ, കാരണം A is ഇൻവേർട്ടഡ് മെട്രിക്സ് അല്ലേ. അപ്പൊ A ക്ക് ഇൻവേഴ്സ് ഉണ്ട്, A ഇൻവേഴ്സ് കേട്ടോ. രണ്ട് സൈഡിലും ഞാൻ A ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തു. AB equal to AC sorry AB equal to AC. രണ്ട് ഭാഗത്തും A ഇൻവേഴ്സ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പൊ എന്തായി മാറി? അസോസിയേറ്റീവ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ A ഇപ്പൊ നിലവിലുള്ള എങ്ങനെയാണ്? A inverse A into B is equal to A inverse A into C. Why A inverse into A? തൊട്ട് മുമ്പ് പറഞ്ഞു അങ്ങനെ A inverse ഒരു ഇൻവേർട്ട് ഇതിന്റെ A ഇൻവേഴ്സ് ആണെങ്കിൽ അത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ I വരും. I into B is equal to I into C. എന്താ I into B? ഒരു മെട്രിക്, ഒരു B ഏത് മെട്രിക്സിനെയും ഐഡന്റിറ്റി മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് B ആയിട്ട് തന്നെ മാറും. B equal to C. നോക്കുക, ക്യാൻസലേഷൻ ലോ വളരെ സിമ്പിൾ ആയി പുഷ്പം പോലെ അത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. AB equal to AC ആണെങ്കിൽ A ഒരു ഇൻവേർട്ടഡ് മെട്രിക്സും കൂടി ആണെങ്കിൽ ഉറപ്പായിട്ടും ക്യാൻസലേഷൻ ലോ ഹോൾഡ് ചെയ്യും. ഇനി അടുത്ത് പറയാൻ പോകുന്നത് നമുക്കറിയുന്ന ഒരു കാര്യം തന്നെയാണ്. ആ കാര്യം ഇപ്പോ A എന്നുള്ള മെട്രിക്സ് A B C D ആണെന്ന് വിചാരിക്കുക. ഈ മെട്രിക്സിന് ഇൻവേഴ്സ് ഉണ്ടാവണമെങ്കിൽ അഥവാ ഇൻവേർട്ടിബിൾ ആവണമെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് A നോട്ട് ഈക്വൽ ടു 0 വരണം. നിങ്ങൾ പ്ലസ് ടു ക്ലാസ് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇവര് പറയുന്നത് ഇത്രയാണ്, AD മൈനസ് BC ഒരിക്കലും 0 ആവാൻ പാടില്ല. അങ്ങനെ 0 ആവാതെ വന്നാൽ അതിന്റെ ഇൻവേഴ്സ് ആരാ? A ഇൻവേഴ്സ് ഈക്വൽ ടു നമുക്കറിയാം 1 ബൈ ഡിറ്റർമിനന്റ് A ഇൻറ്റു അഡ്ജോയിന്റ് A ആണെന്ന്. പക്ഷെ ഇവര് പറയുന്നത് A ഇൻവേഴ്സ് ഈക്വൽ ടു 1 by AD minus BC into D minus B minus C. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ. ഇവര് പറയുന്നത് എങ്ങനെയാണ്? A എന്നുള്ള മെട്രിക്സ് ക്യാപിറ്റൽ A is equal to A B C D. അതിന് ഇൻവേർട്ടിബിൾ ആണ് അല്ലെങ്കിൽ ഇൻവേഴ്സ് ഉണ്ട് എന്ന് പറയണമെങ്കിൽ നിർബന്ധമായിട്ടും AD minus BC 0 ആവണം. മാത്രമല്ല ആ സമയത്ത് A inverse equal to 1 by AD minus BC into D minus B minus C A ആയിരിക്കും. ഇതാണ് തിയറം പറയുന്നത്. ആ തിയറത്തിൽ കാര്യമായിട്ട് ഒന്നും ഉള്ളിലില്ല, ആയതുകൊണ്ട് ആ തിയറത്തിനെ പറ്റി കൂടുതൽ നമ്മൾ പഠിക്കുന്നില്ല. ഓക്കെ, ഇനി വേണമെങ്കിൽ ഇത് എക്സാം നോക്കാട്ടോ. ലെറ്റ് ക്യാപിറ്റൽ A is equal to 2 5 4 6 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ A ഇൻവേഴ്സ് എന്തായിരിക്കും വരിക? A ഇൻവേഴ്സ് ഈക്വൽ ടു A ഇൻവേഴ്സ് ഉണ്ടോ ഇല്ല നോക്കണമെങ്കിൽ ആദ്യം ഇങ്ങനെ നോക്കേണ്ടി വരും. 2 into 6 minus 4 into 5 that is equal to 12 minus 20 is equal to minus 8. Therefore A inverse exists. ഇനി A inverse കാണാൻ പോവാണ്. A inverse കാണുമ്പോൾ A inverse equal to 1 by minus 8 into 6 2 minus 5 minus 4. This is the A inverse. ഞാൻ വേണമെങ്കിൽ എക്സാമ്പിളൊക്കെ ചെയ്തു വെക്കാം, ആവശ്യമില്ല, അതൊക്കെ ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ. നോക്കൂ, A എന്നുള്ള ഒരു മെട്രിക്സ്, Aക്ക് എന്തുണ്ട്? ഇൻവേഴ്സ് ഉണ്ട്. Aന്റെ ഇൻവേഴ്സ് ആണ് Bയും Cയും എന്ന് വിചാരിക്കുക. Aന്റെ ഇൻവേഴ്സ് ആണ് Bയും C എങ്കിൽ എന്താവണം? AB is equal to I ആവണം, BA is equal to I ആവണം. Aന്റെ ഇൻവേഴ്സ് ആണ് C എങ്കിൽ AC equal to I ആവണം, CA equal to I ആവണം. അതൊക്കെ പോട്ടെ. Aന്റെ ഇൻവേഴ്സ് ആണ് Bയും Cയും. അങ്ങനെയാണെങ്കിൽ ഇവര് പറയുന്നത് ബിയും സിയും ഈക്വൽ ആവും. അങ്ങനെ രണ്ട് തരത്തിലുള്ള ഇൻവേഴ്സ് ഉണ്ടാവില്ല. ഇൻവേഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഇൻവേഴ്സ് യുണീക്ക് ആയിരിക്കും, സിംഗിൾ ആയിരിക്കും അവർ പറയണം. നോക്കാം. അപ്പോ എന്റെ രണ്ട് ഇൻവേഴ്സ് ആണ് ബിയും സിയും എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ബി ഇസ് ഈക്വൽ നമുക്ക് ബി ഇൻറ്റു ഐ എന്ന് എഴുതിക്കൂടെ? ബിനെ നമുക്ക് ബി ഇൻറ്റു ഐ എന്ന് എഴുതിക്കൂടെ? ദാറ്റ് ഈസ് ബി ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ ആരാ? ഐ എന്ന് പറഞ്ഞാൽ ഐക്ക് പകരം നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്തൂടെ? എ സി എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്തൂടെ? ബി ഇൻറ്റു ഐക്ക് പകരം എ സി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ ബി എ ഇൻറ്റു സി എന്ന് എഴുതിക്കൂടെ? ആരാണ് ബി എ? ഐ അല്ലേ? therefore ഐ ഇൻറ്റു സി എന്നാവൂലേ?
I into C equal to C അല്ലേ? നോക്കൂ, B equal to C. അങ്ങനെ രണ്ട് തരത്തിലുള്ള ഇൻവേഴ്സ് ഉണ്ടാവില്ല. ഇൻവേഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ അത് ഒറ്റൊന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. Okay, if A has two inverses B and C, then B equal to C. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുപോലെ A എന്നുള്ള മെട്രിക്സ് ഇൻവെർട്ടിബിൾ ആണ്, B എന്നുള്ള മെട്രിക്സും ഇൻവെർട്ടിബിൾ ആണ്. If A and B are both invertible matrices, if A and B are both invertible matrices, then AB has inverse, and AB inverse equal to B inverse into A inverse. അവിടെ നിൽക്കട്ടെ. If A and B are both invertible matrices, then AB has inverse. ABക്ക് ഇൻവേഴ്സ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, എപ്പോഴാണ് ഒരു മെട്രിക്സ് എക്സിന് ഇൻവേഴ്സ് ഉണ്ടെന്ന് പറയാം? എക്സിന് ഇൻവേഴ്സ് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഒരു y എന്നുള്ള മെട്രിക്സ് കണ്ടെത്താൻ പറ്റണം, xy ഈക്വൽ ടു i ആവണം, ആണല്ലോ. അപ്പൊ എ ബിക്ക് ഇൻവേഴ്സ് ഉണ്ട് എന്ന് പറയണമെങ്കിൽ നമുക്ക് മെട്രിക്സ് കണ്ടെത്താൻ പറ്റണം. ഏതാ മെട്രിക്സ് കണ്ടെത്തുന്നു? ബി ഇൻവേഴ്സ് എ. എ ബി എന്നുള്ള മെട്രിക്സിന് ഇൻവേഴ്സ് ആയിട്ട് ഞാൻ ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് എടുത്തു. ഈ ബി ഇൻവേഴ്സ് ഉണ്ടാവോ? ബി ഇൻവേഴ്സ് ഉണ്ടാവും, കാരണം ബി ഇൻവേർട്ടിബിളാ. എ ഇൻവേഴ്സ് ഉണ്ടാവും, കാരണം എന്താ? എ ഇൻവേർട്ടിബിളാ. ആ ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ഉണ്ട്, ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് എടുത്തു. എന്താണ് എ ബി ഇൻറ്റു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്? therefore എ ഇൻറ്റു ബി ഇൻറ്റു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. ഞാൻ ഇത് രണ്ടും ക്ലബ് ചെയ്ത് തരും. ദാറ്റ് ഈസ് എ ഇൻറ്റു ബി ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഐ അല്ലേ, കാരണം ബിന്റെ ഇൻവേഴ്സ് ആണ് ബി ഇൻവേഴ്സ്. what is a into i? A into a inverse. ആരെ a into a inverse? നോക്ക്, എ ബി എന്നുള്ള മെട്രിക്സിനെ ഈ ഒരു മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോ നമുക്ക് എന്താ കിട്ടി? ഐ കിട്ടി. അപ്പൊ എ ബി ഇൻവേഴ്സ് ആരാ? ഇത് എക്സിന് ഇൻവേഴ്സ് ആണ് y എന്ന് പറയണമെങ്കിൽ എക്സ് വൈ ഈക്വൽ ടു ഐ ആവണ്ടേ? ദാ എ ബി ഇൻറ്റു സംതിങ് ഈക്വൽ ടു ഐ വന്നു. therefore എ ബിന്റെ ഇൻവേഴ്സ് ആരാണ്? ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. എക്സ് വൈ ഈക്വൽ ടു ഐ വന്നാൽ എക്സിന് ഇൻവേഴ്സ് y ആണ്. അതുപോലെ എക്സ് വൈ ഈക്വൽ ടു ഐ വന്നാൽ എക്സിന്റെ ഇൻവേഴ്സ് y ആണ്. എ ബി ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഈ സെഷനിൽ പഠിക്കാനുള്ളത്. ഓക്കെ.